കോഴിക്കോട് വടകര ലഹരി സാമ്പത്തിക ശൃംഖലയിൽ അധ്യാപികമാർ ഉൾപ്പെടെയുള്ള സ്ത്രീകളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ച് വടകര പോലീസ്. ജില്ലയിലെ മയക്കുമരുന്ന് മാഫിയയുടെ സാമ്പത്തിക സ്രോതസ്സുകൾ തേടിയുള്ള പോലീസിന്റെ അന്വേഷണം ചെന്നെത്തുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളിലേക്ക്. മയക്കുമരുന്നുകൾ വിൽപ്പനയിൽ നേരിട്ട് പങ്കെടുക്കാതെ ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ച് ലക്ഷക്കണക്കിന് രൂപയുടെ പണമിടപാടുകൾ നടത്തുന്ന സംഘത്തിൽ കൂടുതൽ സ്ത്രീകൾ ഉൾപ്പെടാനുള്ള സാധ്യതയുണ്ടെന്ന് പോലീസ് അറിയിച്ചു. ലഹരി മരുന്ന് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം കോഴിക്കോട് മരുതോങ്കര സ്വദേശിനി കീർത്തനയെ വടകര പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കീർത്തനയെ ചോദ്യം ചെയ്തതിലും തുടർന്നുള്ള ബാങ്ക് രേഖകളുടെ പരിശോധനയിലുമാണ് ലഹരി ശൃംഖലയിലെ അടുത്ത പ്രധാന കണ്ണിയായ കാവ്യയിലേക്ക് പോലീസ് എത്തുന്നത്. കൂരാച്ചുണ്ട് ചെറുകാട് സ്വദേശിനിയും അധ്യാപികയുമായ കാവ്യയെ വടകര പോലീസ് സമർത്ഥമായാണ് വലയിലാക്കിയത്. മയക്കുമരുന്ന് ആവശ്യമുള്ളവരിൽ നിന്ന് പണം സ്വീകരിക്കുന്ന പ്രധാന കേന്ദ്രമായിരുന്നു ഇവരുടെ ബാങ്ക് അക്കൗണ്ട്. ലഹരി സംഘങ്ങൾ വൻ തുക വാഗ്ദാനം ചെയ്ത് സ്ത്രീകളെയും പ്രൊഫഷണലുകളെയും തങ്ങളുടെ സാമ്പത്തിക ഇടപാടുകൾക്കായി ബെനാമി അക്കൗണ്ടുകളായി ഉപയോഗിക്കുന്നുണ്ടോ എന്ന സംശയം പോലീസിന് ബലപ്പെട്ടിട്ടുണ്ട്. കീർത്തനയ്ക്കും കാവ്യയ്ക്കും പുറമെ കൂടുതൽ അധ്യാപികമാരും മറ്റു സ്ത്രീകളും ഇത്തരം കുരുക്കുകളിൽ അകപ്പെട്ടിട്ടുണ്ടോ എന്ന് വടകര പോലീസ് വിശദമായി അന്വേഷിച്ചു വരികയാണ്. കൈരളി ന്യൂസ്, കോഴിക്കോട്.